ഇത്തവണ കാലവർഷം പതിവിലും നേരത്തെ ഇന്ത്യയിലാകെ തന്നെ വ്യാപിക്കുന്ന കാഴ്ചയാണ് നമ്മളേവരും കണ്ടത്. കേരളത്തിൽ കാലവർഷം നേരത്തെ പെയ്തിറങ്ങിയത് എത്രത്തോളം ദുരിതമായി മാറിയെന്നുള്ളതിൻ്റെ കാഴ്ചയാണ് ഓരോ ദിവസവും നമുക്ക് കാണാനായി സാധിക്കുന്നത്. സാധാരണഗതിയിൽ ജൂലൈ 8 രാജ്യത്ത് എല്ലായിടത്തും കാലവർഷം എത്താറുള്ളത്. പക്ഷേ ഇത്തവണ മൺസൂൺ 9 ദിവസം മുന്നേ തന്നെ രാജ്യത്ത് എല്ലായിടത്തും എത്തിയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. സാധാരണയായി ജൂൺ 1 കേരളത്തിൽ തുടങ്ങേണ്ട കാലവർഷം ജൂലൈ 8 രാജ്യം മുഴുവൻ വ്യാപിക്കും. സെപ്റ്റംബർ 17 വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങാൻ തുടങ്ങുകയും ഒക്ടോബർ 15 പൂർണ്ണമായും പിൻവാങ്ങുകയും ചെയ്യും. എന്നാൽ ഇത്തവണയാകട്ടെ കേരളത്തിൽ മൺസൂൺ ആകട്ടെ മെയ് 24 തന്നെ എത്തി. 2009 മെയ് 23 എത്തിയതിനു ശേഷം ഇത്രയും നേരത്തെ മൺസൂൺ കേരളത്തിലെത്തുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള സംഭവം തന്നെയാണ്. അതും റെക്കോർഡ് മഴ ഈ കാലയളവിൽ പെയ്തിറങ്ങുകയും ചെയ്തു. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഉണ്ടായ ശക്തമായ ന്യൂനമർദ്ദം കാരണം തന്നെയാണ് മൺസൂൺ അടുത്ത ദിവസങ്ങളിൽ അതിവേഗം മറ്റു മേഖലകളിലേക്കും എത്തിച്ചേർന്നത്. ഇപ്പോൾ രാജ്യത്താകമാനം എത്തിയിരിക്കുന്നു. എന്നാൽ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇനിയുള്ള 5 ദിവസവും മഴ തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒപ്പം ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന ഘട്ടത്തിൽ പല അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ യെല്ലോ അലർട്ടാണ് പ്രധാനമായും പല ജില്ലകളിലായി പങ്കുവച്ചിരിക്കുന്നത്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് യെല്ലോ അലർട്ടിലൂടെ പറയുന്നത്. സൗരാഷ്ട്ര കച്ചിനും അതിനോട് ചേർന്നുള്ള വടക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിലായി ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. തെക്കു പടിഞ്ഞാറൻ ബംഗ്ലാദേശിനും ഗംഗാതട പശ്ചിമ ബംഗാളിന് മുകളിലായി ചക്രവാത ചുഴിയും രൂപപ്പെട്ടു. അടുത്ത 48 മണിക്കൂറിൽ വടക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള തീരദേശ ബംഗ്ലാദേശിനും പശ്ചിമ ബംഗാളിനും മുകളിലായി ഇത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. അതിനുള്ള സാധ്യതയാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെ കൂടിയാണ് ഈ ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ വളരെ കരുതലോടെ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണണം. അതോടൊപ്പം തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. കടൽ പ്രക്ഷുബ്ധമാകും, കള്ളക്കടൽ പ്രതിഭാസമടക്കം അഭിമുഖീകരിക്കേണ്ടി വരും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും അതുപോലെ മോശം കാലാവസ്ഥയ്ക്കുമുള്ള സാധ്യതയും അറിയിപ്പിലൂടെ പറയുന്നുണ്ട്. ഇനിയുള്ള 3 മണിക്കൂറിൽ പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും അതുപോലെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരം, അതായത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ രാവിലെ 8:30 വരെ 1.8 മുതൽ 2 മീറ്റർ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കന്യാകുമാരി തീരത്ത് നീരോടി മുതൽ ആരോഗ്യപുരം വരെ ഇന്ന് രാവിലെ 8:30 വരെ 1.7 മുതൽ 2 മീറ്റർ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുകൊണ്ട് ഈ പ്രദേശങ്ങളിലുള്ള മത്സ്യത്തൊഴിലാളികൾ, തീരദേശവാസികൾ പ്രത്യേകമായി ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മറുഭാഗത്ത് ഇടുക്കിയിലേക്ക് വരുമ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ട് അതുതന്നെയാണ് മലയാളികളെ സംബന്ധിച്ച് എക്കാലവും ആശങ്കയായി നിലനിൽക്കുന്നത്. അങ്ങനെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നു. ശനിയാഴ്ച രാത്രിയോടെ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയിലെത്തിയിരുന്നു. ഇതിന് പിറകെയാണ് ഞായറാഴ്ച രാവിലെ 11:52 ഷട്ടറുകൾ ഉയർത്തിയത്. അണക്കെട്ടിൻ്റെ 13 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ ഉയർത്തി സെക്കൻഡിൽ 250 ഘനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. അണക്കെട്ടിന്റെ നിലവിലെ റൂൾ കർവ് പ്രകാരം തമിഴ്നാടിന് സംഭരിക്കാൻ കഴിയുന്നത് 136 അടി വെള്ളം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് വരുന്ന ഓരോ തുള്ളി വെള്ളവും ഒഴുക്കി വിടുക എന്നുള്ളതല്ലാതെ മറ്റ് പോകും വഴിയില്ല. നിലവിൽ പെരിയാറിൽ വളരെ താഴ്ന്ന നിലയിലാണ് ജലനിരപ്പ് ഉള്ളത്. അതുകൊണ്ട് ആശ്വാസകരമാണ്, വലിയ തോതിൽ ഭയപ്പെടേണ്ടതായിട്ടില്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തിയാലും പെരിയാർ തീരത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല തുടക്കത്തിലെന്നാണ് വിലയിരുത്തുന്നത്. പക്ഷേ മഴ തുടർന്നു കഴിഞ്ഞാൽ അത് ആശങ്കയ്ക്ക് ഇടയാക്കും. എന്നാൽ ഡാം തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തുടങ്ങിയെങ്കിൽ പോലും മുല്ലപ്പെരിയാറിൽ 2-3 മണിക്കൂർ നേരത്തിന് ശേഷവും ജലനിരപ്പ് റൂൾ കർവ് ലെവലിന് മുകളിൽ തന്നെ തുടരുകയാണ്. ഒരു 3:30 പരിശോധിച്ചപ്പോൾ 136.25 അടിയാണ് ജലനിരപ്പ്. ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുന്നുമുണ്ട്. സെക്കൻഡിൽ 3036 ഘനയടി വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുന്നു.
ഇരച്ചിൽ പാലം ടണൽ വഴി 2117 ഘനയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. എന്നിരുന്നാലും ഡാമിലെ ജലനിരപ്പിൽ ഗണ്യമായ കുറവ് വരുത്തിയെടുക്കാനായി സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആശങ്കയുളവാക്കുന്ന ഒരു വസ്തുത. ഇന്ന് ഉച്ചയ്ക്ക് 11:30 മുതൽ ഡാമിന്റെ 13 സ്പിൽവേ ഷട്ടറുകളിൽ നിന്നും 10 സെന്റിമീറ്റർ വീതം ആകെ 250 ഘനയടി വെള്ളം പുറത്തേക്ക് ഒഴുകിവിടുകയാണ്. പെരിയാറിന്റെ ഇരു കരകളിലുമുള്ള ജനങ്ങൾക്ക് പ്രത്യേകമായ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം നിയന്ത്രിത അളവിലെത്തുന്നത് കൊണ്ട് തന്നെ പ്രദേശത്ത് ഭയപ്പെടേണ്ട, പക്ഷേ ജാഗ്രത മാത്രം മതി. നിലവിൽ മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശമായ പെരിയാർ വനമേഖലയിൽ മഴയ്ക്ക് ശമനമുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ ഒരു വസ്തുതയാണ്. ഇത് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് കുറയ്ക്കാനായി സാധിക്കും. 2022 ശേഷം ഇതാദ്യമായിട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുന്നത്. 136 അടി എന്നുള്ള റൂൾ കർവ് ഈ മാസം 30 വരെയാണുള്ളത്. ഇതിനുശേഷം റൂൾ കർവ് ലെവലിൽ മാറ്റം വരുത്തും. പ്രദേശത്ത് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഏകദേശം 883 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടിയുള്ള മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. 20 ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നു. ആവശ്യമെങ്കിൽ സമീപവാസികൾക്ക് അവിടേക്ക് മാറാമെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ഇനി ഇതിനൊക്കെ കാരണമായിട്ടുള്ളത് മൺസൂണിനെ തന്നെയാണ് നമുക്ക് പറയേണ്ടത്. സാധാരണയായി ജൂൺ 1 കേരളത്തിൽ ആരംഭിക്കുന്ന കാലവർഷം ജൂൺ 8 രാജ്യം മുഴുവൻ വ്യാപിക്കും. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത്തവണ സംഭവിച്ചിരിക്കുന്നത് ഏറെ വിചിത്രമായി തന്നെയാണ്. ദില്ലിയിൽ മൺസൂൺ ജൂൺ 30 എത്തുമെന്നായിരുന്നു പ്രവചനം. പക്ഷേ ഒരു ദിവസം മുന്നേ തന്നെ മൺസൂൺ എത്തി. കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 2020 ജൂൺ 26 ശേഷം രാജ്യം മുഴുവൻ മൺസൂൺ ഇത്രയും നേരത്തെ വ്യാപിക്കുന്നത് പോലും ഇതാദ്യമായിട്ടാണ്. മുംബൈ ഉൾപ്പെടെയുള്ള മധ്യ മഹാരാഷ്ട്രയുടെ ഭാഗങ്ങളിലും വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലുമൊക്കെ മെയ് 29 കാലവർഷം എത്തി. എന്നാൽ മെയ് 29 മുതൽ ജൂൺ 16 വരെ ഏകദേശം 18 ദിവസത്തോളം പ്രത്യേകിച്ചൊന്നും തന്നെ സംഭവിച്ചില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് മഴ ക്രമേണ വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ദില്ലിയിലും സമീപ മേഖലകളിലുമൊക്കെ കഴിഞ്ഞ ദിവസം മഴ എത്തിയിരുന്നു. ഇന്ന് കേരളത്തിലാകട്ടെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. കാറ്റിനെ നേരിടേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റെന്ന് പറയുന്നത്. മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. മരച്ചുവട്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും അരുത്. വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകളൊക്കെ വെട്ടി ഒതുക്കണം. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുവിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിച്ച് അതിന് പരിഹാരം കണ്ടെത്തണം. ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, കൊടിമരങ്ങൾ തുടങ്ങിയവ കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അതല്ലെങ്കിൽ അഴിച്ചു മാറ്റുകയോ ചെയ്യുക. കാറ്റും മഴയും ഉള്ളപ്പോൾ ഇതിൻ്റെ ഒന്നും ചുവട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടുള്ളതല്ല. ചുമരിലോ മറ്റോ ചാരി വെച്ചിട്ടുള്ള കോണി പോലെയുള്ള കാറ്റിൽ വീണുപോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളുമൊക്കെ കയർ ഉപയോഗിച്ച് കെട്ടിവെക്കണം. കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ വീടുകളിലെ ജനലുകളും വാതിലുകളും അടച്ചിടണം. ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് ഒരിക്കലും നിൽക്കരുത്. വീടിൻ്റെ ടെറസിൽ നിൽക്കുന്നതും ഒഴിവാക്കണം.